ഹലോ ഹലോ, മിഥുന്റെ അമ്മയാണോ? അതെ, ആരാണ്? ഞാനേ ഒരു ജേർണലിസ്റ്റ് ആണേ. അമ്മ ഇപ്പൊ വരുന്ന കഥകള് ഇത് ആ മിഥുൻ പറയുന്നത് ഉള്ളതാണോ? അതല്ല, ഞാൻ മോൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം, അതാണ് ബെറ്റർ. ഞാൻ നാളെ ഒന്ന് അങ്ങോട്ട് വരട്ടെ എന്നാ. നാളെ ഞങ്ങൾ ഉണ്ടാവില്ല. എവിടെ പോവും അമ്മ? ഞങ്ങൾ വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടില് എന്റെ അച്ഛൻ വയ്യായികയിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു 15 കണ്ടിട്ട് പോരും. എവിടെയാ വീട്? ഏത് വീട്? മിഥുന്റെ വീടാണോ? അല്ല, മിഥുന്റെ അല്ല. ഇപ്പൊ അമ്മയൊക്കെ പോകുന്ന ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നേ. വീട് എറണാകുളം. എന്റെ വീട് എറണാകുളം. എറണാകുളത്ത് എവിടെ അമ്മ? എറണാകുളം പ്രോപ്പർ. എറണാകുളത്ത് എവിടെയാണ്? ഞങ്ങൾ അവിടുന്ന് വരാമെന്ന് ഒന്ന് കാണാന്ന് വിചാരിച്ചായിരുന്നേ. അല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേരിട്ട് മോൻ വരട്ടെ, എന്നിട്ട് നമുക്ക് കാണെടുക്കുക, സംസാരിക്കുക, എന്തുവായാലും നമുക്കാവാം. അതിന് കുറെ സമയം എടുക്കില്ലേ? ഇപ്പൊ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. അതൊക്കെ നമുക്കറിയാലോ. അതിപ്പോ എല്ലാ ചർച്ച നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങള് പരിഹരിക്കണില്ല. മോൻ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കുക, അതല്ലേ പറ്റത്. മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് അദ്ദേഹം സാറിനോട് ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? എനിക്കത് അമ്മക്കറിയാൻ പറ്റൂല കാര്യങ്ങൾ. ഒന്ന് അദ്ദേഹം വളരെ നുണ പറയുന്നു എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മോൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. അല്ല, ഇതിൽ എന്തെങ്കിലും വസ്തുത പറയാനില്ല സാർ. അല്ല, അദ്ദേഹം കാശ്മീരൊക്കെ ഉണ്ടായിരുന്നു, ജമ്മു കാശ്മീരൊക്കെ ഉണ്ടായിരുന്നോ അദ്ദേഹം? എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോ ഞങ്ങൾക്ക് എന്താണെന്നൊന്നും മുഴുവനാവൂല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഞാൻ പറഞ്ഞില്ലേ, മോൻ വരും, മോൻ വന്നിട്ട് നമുക്ക് സംസാരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാം നമുക്ക്. അതല്ലമ്മ ഞാൻ ചോദിച്ചത്, മറ്റൊന്നും കൊണ്ടല്ല. സാറായാലും മോനായാലും ഞാൻ ഒരേപോലെ പറയണോ സാറിനോട്? വേറൊന്നുമല്ല, ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മനസ്സിലായി, സാർ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാനും അത് തന്നെ പറയും, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അതല്ല, വേറൊന്നുമില്ല. അദ്ദേഹം ഒരു മനുഷ്യൻ എങ്ങനെ കള്ളം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞാലും ഞാൻ അത് മുഴുവൻ കേൾക്കാനും തയ്യാറില്ല. ഞാൻ പറയുന്നത് അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് സാറ് ആരാണെന്ന് വെച്ചാൽ വന്നോളൂ, നമുക്ക് സംസാരിക്കാം. അല്ല, ഞാൻ നാളെ ഒന്ന് വരട്ടെ, നാളെ എനിക്കൊന്ന് കാണാം. കാണൂലല്ലോ. അല്ല, മിഥുൻ വരാൻ കുറെ സമയം എടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. മിഥുൻ വരട്ടെ, മിഥുൻ കളിച്ച് ജയിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ഇന്റർവ്യൂ നമുക്ക് ഒപ്പം നടത്താം. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം ഇതും പറയുന്നത് മുഴുവൻ നുണയാണെന്നുള്ള ഒരു പ്രചരണം, പ്രത്യേകിച്ച് മോഹൻലാലൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ. ആയിക്കോട്ടെ സാർ, ഞാൻ പറയുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്ത് പ്രചരണമാണെങ്കിലും എന്ത് പ്രതികരണമാണെങ്കിലും എനിക്ക് ഇതേ പറയാനുള്ളൂ. അവൻ വന്നാൽ നമുക്ക് സംസാരിക്കാം. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ഒക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇയാള് മിഥുൻ ചെറുപ്പം മുതൽ ആ കടലിൽ അവിടെ കിടന്നൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളാണെന്നാ പറയുന്നത്. അപ്പൊ ആ കുട്ടി അങ്ങനെ നുണ പറയില്ല എന്നാണ് അദ്ദേഹം ഉണ്ട് ഈ നമ്പർ എനിക്ക് തരികയും ചെയ്തത്. അമ്മയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞത്. പഞ്ചായത്ത് മെമ്പർ, ആ വാർഡിലെ മെമ്പർ. എനിക്ക് പ്രസിഡന്റ് ആണെന്നറിയില്ല. അദ്ദേഹം ഈ നമ്പർ അദ്ദേഹം പറഞ്ഞത് ആ കുട്ടി ഒരിക്കലും നുണ പറയില്ല. അദ്ദേഹം ഇപ്പൊ ഒരു എങ്ങനെ നോക്കിയാലും ഒഫീഷ്യലായിട്ടും എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായില്ലേ. ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? ഇത്ര പറയാനുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല. എനിക്ക് പറയാനുള്ളത് മോനെ ഇവിടെ വരട്ടെ, നമുക്ക് സംസാരിക്കാം. അവൻ കളിച്ച് ജയിച്ച് വിന്നറായി വരട്ടെ, അങ്ങനെ ഞാൻ തന്നെ പറയുള്ളൂ. അതല്ല, വേറൊന്നുമല്ല ഞാൻ ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ജമ്മു കാശ്മീർ സാർ പറഞ്ഞത് എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി. എങ്ങനെ ഞാൻ ഉൾക്കൊണ്ട് സാർ പറയുന്നത്. പക്ഷെ എനിക്കിതേ പറയാനുള്ളൂ, അവൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. അവൻ ജയിച്ച് വിന്നറായിട്ട് വരട്ടെ. അദ്ദേഹം ജയിച്ചോട്ടെ. നമ്മൾക്കും ആഗ്രഹം അത് തന്നെയല്ലേ, ഒരു മനുഷ്യൻ ജയിക്കണമെന്ന് തന്നെയാണല്ലോ. ഞാൻ ചോദിച്ചത് വേറൊന്നുമില്ല. അദ്ദേഹം ജമ്മു കാശ്മീരും അവിടെയൊക്കെ പോയിട്ടുണ്ടല്ലേ, അത് ഉള്ളതാണല്ലേ സാർ? ഞാൻ പറഞ്ഞില്ലേ മോൻ വരട്ടെ. സാർ എങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതേ പറയാനുള്ളൂ. ഇപ്പൊ മോഹൻലാലും ഒപ്പം തന്നെ മേജർ രവിയും സന്ദീപ് വാര്യറും എല്ലാവരും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊന്നും പറയുന്നതല്ല, ഇതിൽ ഇങ്ങനെ ഒരു കഥ കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളം ഇപ്പൊ അത് കേൾക്കും. കേരളം കേൾക്കുന്നുണ്ട്. കേരളം ഇപ്പൊ പറയുന്നത് നമ്മൾ കേൾക്കണ്ട്. ഇപ്പൊ ഞാനിപ്പോ അവിടെ ലൈവല്ല, അപ്പൊ ഇവിടെ ടെലികാസ്റ്റ് നടക്കണത് ഞാൻ കാണുന്നുണ്ട്, കേൾക്കുകയും ചെയ്ത്. അതാണ് ഞാൻ പറയാൻ വരട്ടെ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ എങ്ങനെ വേണമെങ്കിലും ഞാൻ നിങ്ങളോട് സഹകരിക്കും. അല്ല, അതെനിക്ക് മനസ്സിലായ അമ്മ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. പറഞ്ഞോമ്മ. അല്ല, എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. അവൻ വരട്ടെ, അവൻ വന്നിട്ട് ഞാൻ നിങ്ങളോട് എങ്ങനെ വേണമെങ്കിൽ തയ്യാറാണ്. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ ഇത് എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉള്ളതായിട്ട് അമ്മക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞു പോയതാണോ? എന്തോ അദ്ദേഹം വല്ല തമാശ രൂപേണ പറഞ്ഞു പോയതാണോ? അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതേ പറയാനുള്ളൂ. തമാശ ആയാലും കാര്യം. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, അത് താങ്കൾ അദ്ദേഹം നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ അതിൽ പിടിച്ച് നിന്നോളൂ.
ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മെമ്പറല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ വേഗം വന്ന് അന്വേഷിക്കുക. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. എനിക്കതേ പറയാനുള്ളൂ. പറയുന്നതിൽ ഇപ്പോഴും ഒരു കൃത്യത ഇല്ലാതെ പറയുന്നത് കൊണ്ടാണമ്മ. എങ്ങനെ ആയാലും എനിക്കിതേ പറയാനുള്ളൂ സാർ. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, എന്നാ മകൻ ഇവിടെ ജമ്മു കാശ്മീരിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. എനിക്കിതേ പറയാനുള്ളൂ സാർ. ഞാനായിട്ടൊന്നും ഇപ്പൊ പറയൂല. ഞാൻ എല്ലാം നേരത്തെ ഞാൻ പറയും. സത്യമായിട്ട് ഞാനും പറയും, എന്റെ മോനും പറയും. മകൻ ഇപ്പൊ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അതല്ലേ ഞാൻ പറയും. എന്റെ മോൻ വരട്ടെ, എന്റെ മോൻ വന്നിട്ട് ഞാനും പറയും അവനും പറയും സത്യം. അല്ല, അമ്മ ഇപ്പോഴും പറയുന്നില്ല. അമ്മ ഇപ്പോഴും ഒന്ന് മറച്ചു വെക്കുന്ന പോലെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചോദിക്കേണ്ടത്. അല്ല, അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ആരെങ്കിലും ആണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ പറയുമല്ലോ അയാൾ പറയുന്നത് സത്യമാണ് എന്ന് പറയാലോ. അമ്മക്കത് ഉറപ്പിച്ച് പറയാലോ. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മകൻ പറയുന്ന സത്യമാണെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? സാർ എല്ലാം സത്യം തന്നെ സാറ് ഞാൻ പറഞ്ഞില്ല, എനിക്കിതേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് എന്ത് സത്യമാണെന്ന് ഞാൻ എന്റെ മോൻ വന്നിട്ട് ഞാൻ പറയുള്ളൂ. ഞാനിപ്പോ അങ്ങനത്തെ ഞാൻ എന്താ സാറോ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാനുണ്ടായാലും ഞാൻ അവൻ വന്നിട്ട് ഞാൻ പറയുള്ളൂ. അവൻ വരട്ടെ ഞാൻ പറയും സത്യം. ഞങ്ങളെല്ലാവരും സത്യം തന്നെ. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാറിനത് എന്താ പറഞ്ഞത്? ഈ ചെറുക്കൻ ചെറുപ്പം മുതലേ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് എന്നുള്ളതാണ്. അപ്പൊ അത്ര തന്നെ സാറിന് കിട്ടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞ അവൻ വരട്ടെ, ഞാൻ പറയല്ല, ഞാൻ പറയാം. അല്ലമ്മ, ഒരു രണ്ടു വരി അമ്മ പറയണമല്ലോ. സ്വന്തം മകനെ കുറിച്ച് അമ്മ പറയുന്നതല്ലേ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുള്ളൂ. കാണട്ടെ, ഞാൻ ടെലികാസ്റ്റ് ഫുള്ള് കാണട്ടെ. അല്ലമ്മ, ഈ മകനെ കുറിച്ച് അമ്മ പറയുന്നത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമുള്ളൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാറ്. മകനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്റെ മോൻ നാട്ടിൽ വരട്ടെ, വിന്നറായിട്ട് വരട്ടെ, ഞാനും അവനും സംസാരിക്കും എങ്ങനെ വേണമെങ്കിലും. എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും സാർ കേട്ടല്ലോ. ഒറ്റൊരു ചോദ്യം കൂടി, അതായത് മകൻ കള്ളം പറയുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? മകൻ കള്ളം പറയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ?